ഞാൻ ശരിക്കും ഒരു സ്ഥലത്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പോകുന്നതിന് മുന്നേ ഈ വചനപ്പെട്ടി, ഇതാണ് എൻ്റെ വചനപ്പെട്ടി, ഇതിന്ന് പറഞ്ഞാൽ എടുത്തിട്ടാണ് പോവുക. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയതാണ്. ഞാൻ നിന്നോട് കൂടെ വരികയും ആശ്വാസം നൽകുകയും ചെയ്യും. എന്ത് കറക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അത് ഭയങ്കര നൈസായിരുന്നു. ഓക്കെ, ഇപ്പം സമയം രാവിലെ 5:10. ഞാൻ മ്യൂണിക്കിലേക്ക് പോവുകയാണ്. ഇറ്റ്സ് ഫോർ ഒരു ബിസിനസ് ട്രിപ്പാണ്. എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. സോ എൻ്റെ ട്രെയിൻ 5:36 ഐ തിങ്ക്. ലൈക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ക്ലോസ് ആണ്. അതുകൊണ്ട് എനിക്ക് ഈ രാവിലെ പോകുന്നതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതിരാവിലെ പോകുന്നു. ആൻഡ് യു നോ, ദിസ് ഈസ് മൈ ഫസ്റ്റ് സോളോ ട്രെയിൻ ജേർണി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ IC ട്രെയിനിലാണ് വന്നത്. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ജർമ്മനിയിലെ ട്രെയിനിൽ കയറുന്നത്. ആൻഡ് this is my first time going alone in train, so I'm excited. കണ്ടോ, ഇവിടെ ആണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെയാണ് ട്രെയിൻ പോകുന്ന സ്ഥലം. കണ്ടോ, ഭയങ്കര അടുത്താണ്. ജസ്റ്റ് കുറച്ച് നടന്നാൽ മതി. സോ ലെറ്റ്സ് സീ. ഇതൊരു ലോങ് വീഡിയോ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുക്കുന്നത്. ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ യോർമാസ് ഉണ്ട്, പിന്നെ മഗ്ഡി ഉണ്ട്, റോസ്മാൻ ഉണ്ട്, പിന്നെ വേറെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. ഈ ഷോപ്സൊക്കെ ലൈക്ക് സൺഡേസും ഓപ്പൺ ആയിരിക്കും. ഇവിടെ ജർമ്മനിയിൽ സൺഡേസ് ഒന്നും ഒരു ഷോപ്സും തുറക്കില്ലല്ലോ. പക്ഷേ ലൈക്ക് ഇതുപോലത്തെ ട്രെയിൻ സ്റ്റേഷനിലൊക്കെ എല്ലാ ഷോപ്സും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ വേണമെങ്കിൽ ഇവിടെ വന്നപ്പോൾ വാങ്ങിക്കാൻ പറ്റും. സോ ഇവിടുന്ന് ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. നല്ല രാവിലെ ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അധികം ആൾക്കാരില്ല. അങ്ങനെ നമ്മുടെ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ലേറ്റ് ആയിട്ടേ ഉള്ളെങ്കിലേ ഉള്ളൂ. പക്ഷേ ക്യാൻസലൊന്നും ആയില്ലല്ലോ. ഫസ്റ്റ് ട്രെയിൻ ജേർണി തന്നെ ക്യാൻസൽ ആയാലുള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് ഇവിടുന്ന് മ്യൂണിക്കിലേക്ക് പോകാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ചേട്ടനെ കിട്ടി. അപ്പം മ്യൂണിക്ക് വരെ എനിക്ക് കൂട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഇവിടുത്തെ ട്രെയിനൊക്കെ കണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഭയങ്കര എംപ്റ്റി ആയിരുന്നു. പിന്നെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന്. ഇവിടുത്തെ ട്രെയിനിലെ ജേർണി ശരിക്കും സുഖകരമാണ്. ലൈക്ക് മടുപ്പ് തോന്നണമെന്നില്ല, കാരണം ഇവിടുത്തെ സീറ്റൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഞാനാണെങ്കിൽ രാവിലെ ബ്രെഡൊക്കെ പാക്ക് ചെയ്തുകൊണ്ടാണ് വന്നത്. അതിൻ്റെ ഉള്ളിൽ ന്യൂട്ടെല്ലൊക്കെ തേച്ചിട്ട്. കാരണം എനിക്ക് ഇനി ഓർമാസിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിക്കണം. ഇനി പിന്നെ എനിക്ക് ട്രെയിൻ ലേറ്റായി, അല്ല ട്രെയിൻ കിട്ടാതെങ്ങാനും പോയാലോ എന്ന് ഓർത്ത് ടെൻഷനായിട്ട് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വൂസ്ബർഗിൽ നിന്ന് നൂറൻബർഗിലെത്തി. പിന്നെ നൂറൻബർഗിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് നൂറൻബർഗ് ടു മ്യൂണിക്കാണ് ഞാൻ എത്തിയത്. ഇപ്പം ഞാൻ മ്യൂണിക്ക് എത്തി. എനിക്ക് വേണമെങ്കിൽ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ബിസിനസ് ട്രിപ്പ് ആയതുകൊണ്ട് IC ടിക്കറ്റ്സ് എടുക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ഈ 6 ട്രെയിൻസ് ഒന്ന് എങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഐ തോട്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വർക്കിൻ്റെ ഒരു ആവശ്യത്തിനാണ് ഞാൻ ഇവിടെ വന്നത്. സോ അത് കഴിഞ്ഞു. ശരിക്കും എനിക്ക് അപ്പോയിൻമെൻറ്റ് 11:10 പക്ഷേ എനിക്ക് ഞാൻ ചെന്നപ്പോൾ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ കയറ്റി വിട്ടു. പക്ഷേ എനിക്ക് വേഗം ചെയ്യാൻ പറ്റി. ഭയങ്കര നേരത്തെ അല്ലേ, അപ്പോൾ ഐ തോട്ട് ഇവിടുത്തെ സിറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. ഒക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. മ്യൂണിക് HBFന് അടുത്ത് ഏറ്റവും നല്ലൊരു അട്രാക്ഷനായിട്ടുള്ള ഒരു പ്ലേസ് മെറൈൻ പ്ലാറ്റ്സ് ആണ്. അവിടേക്ക് നമ്മൾ മ്യൂണിക് HBFൽ നിന്ന് തന്നെ S-Bahn എടുത്ത് പോകാൻ പറ്റും. ജസ്റ്റ് 2 സ്റ്റോപ്സ്. അങ്ങനെ ഞാൻ മെറൈൻ പ്ലാറ്റ്സിലെത്തി. സോ മ്യൂണിക്കിലെ ക്രിസ്മസ് മാർക്കറ്റ് ഭയങ്കര ഫേമസ് അല്ലേ. അത് രാത്രിയിലാണ് കണ്ടാലേ ഒരു സുഖം കിട്ടുള്ളൂ എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഇവിടെ വന്നുകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ. എനിക്ക് വൂസ്ബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിനേക്കാളും കുറച്ചുകൂടെ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതായിട്ടാണ് തോന്നിയത്. Being first time in Germany, this Christmas market is always a good point of attraction for me. എനിക്കിതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കല്ലെങ്കിലും ഇങ്ങനെ കടയിൽ ക്യൂട്ട് സാധനങ്ങളുള്ളതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്.
അതൊന്നും ഞാൻ വാങ്ങിക്കില്ല, കാരണം ഇവിടെയൊക്കെ നല്ല വിലയാണ് ഓരോ സാധനത്തിനും. കുറേ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ജർമ്മനിയിലെ അവിടെ മെയിൻ അട്രാക്ഷൻ ആണല്ലോ ക്രിസ്മസ് മാർക്കറ്റിലുള്ള ഗ്ലൂ വൈൻ. അത് കുടിക്കാനും ആൾക്കാർ വരാറുണ്ട്. മെറൈൻ പ്ലാസ് ഇസ് മ്യൂണിക്കിലെ സിറ്റിയുടെ മെയിൻ സെൻറ്ററാണ്. അതുകൊണ്ടാവാം ഇവിടെ ഈ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഇവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇന്ന് തന്നെ എന്തോരം ആൾക്കാരെയാണ് ഞാനിവിടെ കണ്ടതെന്നറിയോ. അപ്പം എനിക്ക് തോന്നുന്നു ഞാനിത് ഫ്രൈഡേ ആണ് പോയത്, അതുകൊണ്ടായിരിക്കാം. മേ ബി ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ വീക്കെൻഡ് അല്ലേ, അതുകൊണ്ട് മേ ബി ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഈ ക്രിസ്മസ് മാർക്കറ്റൊക്കെ കാണാൻ വന്നതായിരിക്കും. ഞാനാണെങ്കിൽ ഇത് കണ്ടിട്ട് അവിടെ നോക്കി നിന്നു പോയി കുറേ നേരം. ശരിക്കും എന്ത് രസമാണ് കാണാനായിട്ട്. പിന്നെ കുറേ ക്യൂട്ട് സാധനങ്ങൾ. എനിക്കിതൊക്കെ കാണുമ്പോൾ എൻ്റെ വീട്ടിൽ മേടിച്ചുകൊണ്ട് പോകാൻ തോന്നും. പക്ഷേ ഞാൻ എന്നെ തന്നെ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് അവിടുന്ന് വിട്ടു. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേന് വേറെ ഒരു സ്ഥലത്തോട്ട് പോയി. കണ്ടോ, ഞാൻ വൂസ്ബർഗിൽ കണ്ട ആ കറങ്ങുന്ന സാധനം ഇവിടെയുണ്ട്. അതെല്ലാ ക്രിസ്മസ് മാർക്കറ്റിലും ഉണ്ടെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യം കണ്ട്. ഞാൻ ഇതുവരെ ഇല്ലേ പുൽക്കൂട് കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ ഒരു പുൽക്കൂട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾ ഈ കറങ്ങുന്ന സാധനം ഒന്ന് കാണാം. എന്ത് രസമുണ്ട് കണ്ടോ. അതിലിങ്ങനെ അവർ വെച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു ആട്ടിടയന്മാരൊക്കെ എടുക്കും. അതൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കണ്ടോ, നമ്മളിനി പോകാൻ പോകണില്ല. കണ്ടോ പുൽക്കൂട് കണ്ടോ. ഇവിടൊക്കെ ഉണ്ണി പിറന്ന് നേരത്തെ. പിന്നെ അവിടെ കുട്ടികൾക്കൊക്കെ എന്തൊക്കെയോ ക്ലാസ്സൊക്കെ നടക്കാമെന്ന് തോന്നുന്നു. കുറേ കുഞ്ഞു പിള്ളേർ ഇന്ന് വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. ഞാൻ ശരിക്കില്ല ഇങ്ങോട്ട് വന്നത് ഒരു ലയൺസ് ടവർ തപ്പിയാണ്. എന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പുതിയൊരു കൺട്രിയിൽ വന്നിട്ട് ഗൂഗിൾ മാപ്പ് പോലും ഇല്ലാതെ ജീവിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഓക്കെ, ഞാൻ ലയൺസ് ടവർ തപ്പിയാണ് ഇവിടെ വന്നത്. എന്നിട്ട് ഗൂഗിൾ മാപ്പ് എന്നോട് പറഞ്ഞു ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് ലയൺസ് ടവർ. എന്നിട്ട് ഞാൻ നോക്കിയിട്ടൊന്നും അതുപോലത്തെ ടവർ പോലത്തെ കാണുന്നില്ല. ഞാനിങ്ങനെ ഇവിടുത്തെ ടവർ എന്ന് വെച്ചാൽ അതിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു ക്ലോക്ക് പോലത്തെ ഇതൊക്കെ കാണുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, ഇവിടെ ഒന്നും കാണുന്നില്ല. എന്നിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ടും ഇതാണ് ലയൺസ് ടവർ. എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. ഞാൻ നിൽക്കുന്ന അവിടെ തന്നെ ഉണ്ടായിരുന്നു. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ക്രിസ്മസിന് ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ കിട്ടുന്നത് എന്ത് രസമാണ്. സോ ഞാൻ ഇന്നത്തെ കറക്കമൊക്കെ അവസാനിച്ച് തിരിച്ച് വൂസ്ബർഗിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ DB ആപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഒരു ട്രെയിനുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ തിരിച്ച് മ്യൂണിക് ടു ന്യൂറംബർഗ് പോവുക, പിന്നെ ന്യൂറംബർഗ് ടു വൂസ്ബർഗ് പോവുക. സോ എൻ്റെ ഇന്നത്തെ സോളോ ട്രിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നല്ലേ. എനിക്ക് അവിടുത്തെ എല്ലാ സാധനങ്ങളും മേടിക്കണമെന്നുണ്ട്, പക്ഷേ വേണ്ടാന്ന് വെച്ച്. പിന്നില്ലേ, ഞാൻ ന്യൂറംബർഗ് ട്രെയിനിൽ കയറി. എന്തോരം ആൾക്കാരാണ്. ഞാൻ അവസാനം നിൽക്കുമായിരുന്നു. ശരിക്കും എനിക്ക് അങ്ങനെ ധൃതി പിടിച്ച് അത്രയാളുള്ള ട്രെയിനിൽ കയറേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് വീട്ടിൽ നേരത്തെ പോകാമെന്ന് വെച്ച് കയറിയതാണ്. എന്നിട്ട് എനിക്ക് അവസാനം ഒരു സീറ്റ് കിട്ടി. എനിക്ക് ഇന്നത്തെ ജേർണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ റിയലി എൻജോയ്. നല്ല പച്ചപ്പും ഹരിതാപവും ഉള്ള സ്ഥലം, ട്രെയിനിൽ നിന്നുള്ള കാഴ്ച എന്ത് രസമാണ് കാണാൻ. അപ്പോൾ ഈ ട്രെയിനിൽ പോകുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കാനും നല്ല രസമാണ്. അങ്ങനെ ടൈം പൊക്കോളും കുറേയൊക്കെ. അന്നേരം കുറേ ചിന്തകൾ ചിന്തിക്കാം. ഇത് സോളാർ പ്ലാന്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ആ വൈറ്റ് ബിൽഡിംഗ് ആണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. കണ്ടോ, അപ്പാർട്ട്മെൻറ്റ് കടന്നുപോയി. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ട്രെയിൻ സ്റ്റേഷൻ എൻ്റെ ഭയങ്കര അടുത്താണെന്ന്. കണ്ട രാവിലെ പോയപ്പോൾ ഒറ്റ മനുഷ്യർ കണ്ടില്ല. ഇപ്പോൾ ദാ എന്തോരം ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാവരും കൂടെ വെക്കേഷൻ എന്ന് പറഞ്ഞ് എവിടേക്കോ ഒക്കെ പോവാണ്. അങ്ങനെ ഞാൻ അവസാനം വൂസ്ബർഗ് എത്തി. സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ പീക്ക്. കാരണം ഞാൻ ഇന്ന് മ്യൂണിക്കിൽ പോയി എന്നാൽ ഞാൻ ഇപ്പോൾ തിരിച്ച് വന്നേ ഉള്ളൂ. എനിക്ക് ശരിക്കും ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ
ഒറ്റയ്ക്കൊന്നും പോയിട്ടില്ല. ഇന്ത്യയിലായിരുന്നപ്പോൾ പോലും ഞാൻ എവിടെ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എപ്പോഴും എൻ്റെ കൂടെ ഫ്രണ്ട്സ് കാണും. ഇപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പിനൊക്കെ പോയപ്പോഴാണെങ്കിൽ പോലും പപ്പ എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോകുന്നത്. ബസ്സിൽ യൂണിവേഴ്സിറ്റിയിൽ പോവും, പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകും, അങ്ങനെയല്ലാതെ. അപ്പോൾ എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും എന്നുള്ളത് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പറ്റും എനിക്കറിയാമായിരുന്നു, ബട്ട് സ്റ്റിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ശരിക്കും ഇത് എല്ലാവർക്കും ഭയങ്കര സിമ്പിൾ കാര്യമായിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് എന്ത് കാര്യത്തിന് വെളിയിൽ വന്നാലും അതെനിക്ക് വലിയൊരു കാര്യം തന്നെയാണ്. സോ ടുഡേ ഐ ഹാവ് ഡൺ ഇറ്റ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാരണം ഇങ്ങനെ വേറൊരു കൺട്രിയിൽ വന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നതിന് ലൈക്ക് ഐ എം ഡൂയിങ് ദാറ്റ് നൗ എന്ന് ഓർക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഈ ജർമ്മനിയിൽ ട്രെയിൻ ജേർണി വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ട്രാൻസ്ഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സൂക്ഷിക്കണം. എനിക്ക് ഒരുപാട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇന്നത് എൻ്റെ ഭാഗ്യം കൊണ്ട് എല്ലാ ട്രെയിനും കറക്റ്റ് സമയത്ത് വന്ന് ഒരു ട്രെയിൻ പോലും ക്യാൻസലായില്ല. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ചേട്ടനെ കണ്ടിരുന്നു. അപ്പോൾ പുള്ളി ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ലൈക്ക് ഞാൻ ഓൾറെഡി ഈ ട്രെയിൻ ജേർണിനെ പറ്റിയൊക്കെ കുറച്ച് പേരോട് ചോദിച്ച് വെച്ചിരുന്നു. കാരണം എന്തെങ്കിലും എനിക്കറിയാതെ ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ എന്ന് വെച്ച്. അപ്പോൾ ആ ചേട്ടനുണ്ടായിരുന്നതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും ഇറ്റ് ഈസ് നൈസ്. പിന്നെ ലൈക്ക് ഇവിടുന്ന് ലൈക്ക് വൂസ്ബർഗിൽ നിന്ന് മ്യൂണിക്കിലോട്ടൊരു 3.5 hours ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കത് ഭയങ്കര വലുതായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ഇപ്പോൾ കേരളത്തിലൊക്കെ ഞാനാണെങ്കിൽ ഐസറിയിൽ നിന്ന് വീട്ടിലോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളത്. അപ്പം ഒറ്റ സ്ട്രെച്ചിലായിരിക്കണേ, ബസ്സിലിരിക്കും 3.5 മണിക്കൂറൊക്കെ. അപ്പോൾ ഇത് ഇടയ്ക്കൊരു ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പക്ഷേ എന്നാലും ഇന്ന് ഫുൾ റെസ്റ്റാണ്. പിന്നെ കംഫർട്ട് സോണിൽ നിന്ന് എല്ലാവരും വെളിയിൽ വരണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം. ഒരിക്കലും ഇങ്ങനെ പേടിച്ചിരിക്കാൻ പാടില്ല. നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. സോ ഐ ആം റിയലി ഹാപ്പി. പിന്നെ ഞാനിന്ന് 4 മണിക്ക് എണ്ണീറ്റതാ രാവിലെ. എന്താണെന്നറിയോ, 5:35 എൻ്റെ ട്രെയിൻ. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ കുറച്ച് നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് ചെയ്തേ പറ്റുള്ളൂ. അത് ഞാൻ എപ്പോഴും അങ്ങനെ, എനിക്ക് തോന്നുന്നത് എൻ്റെ പപ്പയുടെ അടുത്തുനിന്ന് കിട്ടിയതായിരിക്കും. അങ്ങനെ ഞാനൊരു 5:10 ഇവിടുന്ന് ഇറങ്ങിയില്ല. അപ്പോൾ എനിക്ക് കറക്റ്റ് ട്രെയിൻ കിട്ടി, എല്ലാം പക്ക ആയതുകൊണ്ട് ഇന്നത്തെ ജേർണി വാസ് ഗുഡ് ആൻഡ് യെറ്റ് ടു എക്സ്പ്ലോർ മോർ സോളോ ട്രിപ്സ് രസമുണ്ട്. പക്ഷേ എനിക്കെന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിച്ച് പോകുന്നതാണ് ഇഷ്ടം. ഇന്ന് ഫുൾ ടൈം ഒന്നെങ്കിലും ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങോട്ട് പോയപ്പോൾ കുറേ കാര്യങ്ങൾ ആലോചിക്കാനുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്ന സമയം പൊക്കോളൂ. പക്ഷെ ഞാനില്ലേ ന്യൂറൻബർഗിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നല്ലോ. ന്യൂറൻബർഗിൽ നിന്ന് വൂസ്ബർഗിലോട്ട് വന്നത് ഞാൻ അറിഞ്ഞില്ല. കാരണം അതൊരു 1 hour 16 minutes ഏതാണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് വന്ന പോലെ എനിക്ക് തോന്നി. ഞാനിങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കും. ഇനിയാണത് എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് സീരിയസ്ലി ഐ ആം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് ആൻഡ് ഐ ആം സോ ഹാപ്പി ടുഡേ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. So it's me and signing off. Bye bye.